ബലൂചിസ്ഥാനൊപ്പം തന്നെ പോരാടുന്ന വിഭാഗമാണ് പാകിസ്ഥാനിലെ സിന്ധ് പഞ്ചാബ് പ്രവിശ്യ. ബലൂചിസ്ഥാൻ കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയും ഈ പഞ്ചാബ് പ്രവിശ്യയാണ്. പഞ്ചാബ് പ്രവിശ്യ സിന്ധ് പ്രവിശ്യയും ബലൂചിസ്ഥാനും പാക് ഒക്കുപ്പൈഡ് കാശ്മീരുമായി അതിർത്തി പങ്കിടുന്നു. ഒപ്പം തന്നെ ഇന്ത്യയിലെ പഞ്ചാബും രാജസ്ഥാനും ജമ്മു കാശ്മീരുമായി ഒക്കെ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ്. ഇത് കഴിഞ്ഞ കുറേ കാലമായി, അതായത് പതിറ്റാണ്ടുകളായി തന്നെ ഈ ബലൂചിസ്ഥാനോടൊപ്പം തന്നെ സ്വതന്ത്ര രാജ്യമാകാൻ അല്ലെങ്കിൽ സ്വതന്ത്ര പ്രദേശമാകാൻ ആഗ്രഹിക്കുന്നവരാണ്. പ്രക്ഷോഭങ്ങൾ പലവട്ടം നടന്നിട്ടുള്ളതാണ്. സിന്ധു റവല്യൂഷണറി ആർമി എന്ന് പറയുന്ന ഒരു പോരാളി സംഘം തന്നെയുണ്ട്. ഇപ്പോൾ ഇവരെല്ലാം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുമായി ചേർന്ന് ബ്രാസ് എന്ന് പറയുന്ന ഒരു സഖ്യമുണ്ടാക്കിയാണ് പോരാടുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഈ പാകിസ്ഥാനിലുള്ള പഞ്ചാബ് പ്രവിശ്യയിലെ ജനങ്ങളോട് ആയുധമെടുക്കുവാനായിട്ട് BLA തലവൻ, അതായത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ബഷീർ സേബ് ആവശ്യപ്പെട്ടിരിക്കുന്നു. വലിയ രീതിയിൽ തന്നെ ആഭ്യന്തര കലാപത്തിൻ്റെ പിടിയിലാണ്. ബലൂചിസ്ഥാൻ തൊട്ട് പിന്നാലെ തന്നെ പഞ്ചാബ് പ്രവിശ്യയിലും ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങുന്നു. കഴിഞ്ഞ കുറേ കാലമായിട്ട് പഞ്ചാബിലും ഇതുപോലുള്ള സ്ഫോടനങ്ങളും മറ്റും സൈന്യത്തിനെതിരെ നടന്നു വരികയായിരുന്നു. സൈന്യത്തിനെതിരെ വലിയൊരു അറ്റാക്ക് തന്നെയാണ് പാകിസ്ഥാൻ നടക്കുന്നത്. ഇപ്പോൾ ഇത് അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ രണ്ടായി തന്നെ പിളരും എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര നയതന്ത്ര വിദഗ്ധരും പറയുന്നത്. ഏതായാലും പാകിസ്ഥാൻ്റെ 56% വരുന്ന ജനവിഭാഗം താമസിക്കുന്ന ഒരു ഇടമാണ്. ലാഹോർ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് വളരെ നിർണായകമായ പ്രദേശമാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. ഏതായാലും ബലൂചിസ്ഥാൻ, പഞ്ചാബ്, സിന്ധ് ഈ 3 പ്രദേശങ്ങളും സ്വതന്ത്രരാകാനായി വളരെ കാലമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രക്ഷോഭം നടത്തുകയും ചെയ്യുന്ന ഇടങ്ങളാണ്, പ്രവിശ്യകളാണ്. ഏതായാലും ആഭ്യന്തര യുദ്ധം രൂക്ഷമാവുകയാണ് പാകിസ്ഥാനിലെന്ന് പറയേണ്ടി വരും. എല്ലാ ദിവസവും പാക് പട്ടാളത്തിൻ്റെ മരണവാർത്തകളാണ് നിറയുന്നത്. ഏതായാലും പാക് സർക്കാർ ഇതിനെക്കുറിച്ച് കൂടുതലായി പ്രതികരിക്കുന്നില്ല. സാധാരണ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ഭരണം പാകിസ്ഥാൻ സൈന്യം പിടിക്കുന്ന ഒരു രീതിയുണ്ട്. ഭരണത്തിൻ്റെ ആ നിയന്ത്രണം പാകിസ്ഥാൻ സൈന്യം കൈയാളുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നും തന്നെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്നത് പാക് സൈന്യം ഏതാണ്ട് പരാജിതരെ പോലെയാണ് മുൻപോട്ട് നീങ്ങുന്നത് എന്ന് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.